ഒരാളുടെ പേരിലുള്ള വണ്ടി ആ വീട്ടിലെ മറ്റാരെങ്കിലും ഉപയോഗിച്ചാൽ ഇനി മുതൽ കനത്ത പെറ്റി കിട്ടും. അല്ലെങ്കിൽ ഭാര്യയുടെ വണ്ടി ഭർത്താവ് ഓടിച്ചാൽ പെറ്റിയാണ്. സുഹൃത്തുക്കൾ ഓടിച്ചാൽ, കുടുംബത്തിലെ മറ്റാരെങ്കിലും ഓടിച്ചാൽ കനത്ത പിഴ ഈടാക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചിലർ നടത്തുന്നുണ്ട്. വസ്തുത നിങ്ങൾ അറിയണം. മോട്ടോർ വാഹന വകുപ്പെടുത്തൊരു പുതിയ തീരുമാനമാണ്. മന്ത്രി ഗണേഷ് കുമാർ ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു. അതായത് ഫിനാൻസിൻ്റെ മറവിൽ സ്വകാര്യ വ്യക്തികൾ പലരിൽ നിന്നും RC ബുക്കോടുകൂടി വാഹനം പണയത്തിനെടുത്തതിന് ശേഷം ഇത് റെൻ്റ് കാറായി വിട്ട് പണം കൊയ്യുന്നുണ്ട്. ഈ പരിപാടിക്ക് അറുതിയിടാൻ തീരുമാനിച്ചതിനെയാണ് വിദഗ്ധമായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു നുണ അങ്ങ് പ്രചരിപ്പിച്ചത്. ഒരാളുടെ വണ്ടി വീട്ടിലുള്ള മറ്റാർക്കും ഓടിക്കാൻ പാടില്ലത്രേ. എന്താണ് വസ്തുതയെന്ന് കേട്ടെ. RC ഓണർ അല്ലാത്ത ഇപ്പോൾ ഭാര്യയ്ക്ക് ഓടിക്കാം, മക്കൾക്ക് ഓടിക്കാം, അനിയൻ ഓടിക്കാം, ചേട്ടൻ ഓടിക്കാം, ഒന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കരുത്. നമ്മൾ നാട്ടിൽ പലരും 5-6 വണ്ടി വാങ്ങിച്ചിടുക, അല്ലെങ്കിൽ ആരെങ്കിലും പൈസ തരാണെങ്കിൽ ഒരുത്തൻ്റെ വണ്ടി പിടിച്ചു വയ്ക്കുക. ആ പിടിച്ചു വെച്ചേക്കുന്ന വണ്ടി റെൻ്റ് കാറായിട്ട് കൊടുക്കുക. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആ വക പരിപാടികൾ അനുവദിക്കില്ലെന്നാണ്. അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞത് ഭാര്യയുടെ വണ്ടി ഭർത്താവ് ഓടിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്നോ പിടിക്കുമെന്നോ അല്ല പറഞ്ഞത്. അത് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ. അങ്ങനെയല്ല എൻ്റെ കാരണം. ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഫൈനാൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരാരുടെയെങ്കിലും ഒരു വണ്ടി പൈസ കൊടുത്തിട്ട് പിടിച്ചു വാങ്ങി ചോദിക്കും.